നമസ്കാരം. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇസ്രയേലിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ഹൂതികൾ ഇന്നലെ ഒരു ബാലിസ്റ്റിക് മിസൈൽ ടെൽ അവീവിലേക്ക് അയച്ചത്. ടെൽ അവീവ് വിമാനത്താവളത്തിൻ്റെ 75 മീറ്റർ അകലെയാണ് ആ മിസൈൽ പതിച്ചത്. ആ മിസൈൽ പതിച്ച സ്ഥലത്ത് വലിയ ഗർത്തം തന്നെ രൂപപ്പെട്ടു. 8ഓളം പേരാണ് പരിക്കേറ്റത്. എന്നാൽ ഇതൊന്നും മാറി ടെൽ അവീവ് എയർപോർട്ടിൻ്റെ ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റൺവേയിലോ വീണിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റിൻ്റെ മുകളിൽ വീണിരുന്നെങ്കിൽ വലിയ ദുരന്തം സംഭവിക്കുമായിരുന്നു. ഇത് വന്ന ഉടനെ തന്നെ അവിടേക്കുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കപ്പെട്ടു. ഇന്ത്യയിൽ നിന്നുള്ള എയർലൈൻസ് വിമാനം 1 മണിക്കൂറിനുള്ളിൽ അവിടെ ഇറങ്ങേണ്ടതായിരുന്നു. ഭാഗ്യത്തിനാണ് എയർ ഇന്ത്യയുടെ വിമാനം അവിടെ ഇറങ്ങാതെ രക്ഷപ്പെട്ടത്. ഇതേപോലെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളെല്ലാം ഒറ്റയടിക്ക് തന്നെ റദ്ദാക്കപ്പെട്ടു. ടെൽ അവീവിലേക്ക് പോകുന്നത് വലിയ ദുരന്തമായി തന്നെ കണക്കുകൂട്ടുകയാണ് ലോകരാജ്യങ്ങൾ. എന്താണ് ഇപ്പോൾ ഇസ്രയേലിന് പറ്റിയത്? ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം പൂർണ്ണമായി തകർന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് യമനിൽ നിന്നുള്ള ഹൂതികൾ അയച്ച മിസൈൽ ടെൽ അവീവിൽ പതിച്ചു എന്നുള്ള പറയുന്ന കാര്യം. അത് ചെറിയ ഞെട്ടലല്ല ഇസ്രയേലിൽ ഉണ്ടാക്കിയ, ശരിക്കും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 2023 ഒക്ടോബർ 7 മുതൽ തുടങ്ങിയ യുദ്ധം ഹമാസിനെ പരിപൂർണമായി നശിപ്പിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഇന്നേ വരെ തടവ് പുള്ളികളെ പൂർണ്ണമായി കൈമാറാനോ പിടിച്ച് അവരെ രക്ഷിക്കാനോ ഇസ്രയേലിന് കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ ദുരന്തം തന്നെയാണ്. നമുക്കറിയാം, ഇസ്രയേൽ ഹമാസ് ചുട്ടെരിച്ചു എന്നുള്ള കാര്യം സത്യമാണ്. ആയിരക്കണക്കിന് കുട്ടികളടക്കം കൊല്ലപ്പെട്ടു. ചെറിയതായതൊന്നുമില്ല. ഞാൻ പലസ്തീൻ്റെ ആ ഭാഗം ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് കാലമൊന്നും മതിയാവില്ല. അവിടെ എല്ലാ കെട്ടിടങ്ങളും തകർന്ന് തരിപ്പണമായി. ശവക്കൂമ്പാരങ്ങളാണ് അവിടെയുള്ളത്, കെട്ടിടക്കൂമ്പാരങ്ങളാണുള്ളത്. ഇതോടൊപ്പം ലബനാനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുകയും ഇറാനെതിരെ ഒരു ദിവസം പെട്ടെന്ന് വിമാനങ്ങൾ ഒറ്റക്കെട്ടായി ആക്രമണം നടത്തുകയും ചെയ്തത് ഇറാനെയും വിഭ്രാന്തിപ്പെടുത്തിയിരുന്നു. പിന്നീട് ഇറാൻ ഈ പരിപാടിയിൽ നിന്ന് പിന്മാറിയിരുന്നു. ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ നൽകിയിരുന്നത് ഇറാനായിരുന്നു. എന്നാൽ ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോൾ ആയുധങ്ങൾ കിട്ടാത്തൊരവസ്ഥ വരികയും ലബനാൻ തച്ചുടയ്ക്കുകയും ചെയ്തതോട് മാത്രമല്ല, ലബനാനിൽ ഹിസ്ബുള്ളയുടെയും അതേപോലെ ഹമാസിൻ്റെയും നേതാക്കന്മാരെയെല്ലാം കൊന്നൊടുക്കുകയായിരുന്നു ഇസ്രയേൽ. അങ്ങനെ 2023 ഒക്ടോബർ 7 ഹമാസിൻ്റെ ആക്രമണത്തെ ശക്തമായിട്ടുള്ള തിരിച്ചടിയായിട്ടാണ് ഇപ്പോഴും ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്ന് തുടങ്ങിയ യുദ്ധം ഇന്ന് വരെ അവസാനിച്ചിട്ടില്ല. ആ കലി ഇതുവരെ തീർന്നിട്ടില്ല. അതിനിടയിലാണ് ഇസ്രയേലിനെ ഞെട്ടിച്ചുകൊണ്ട് ബാലിസ്റ്റിക് മിസൈൽ ടെൽ അവീവിൽ പതിച്ചത്. വ്യോമ പ്രതിരോധ സംവിധാനം അയോൺ ഡ്രോം കംപ്ലീറ്റ് തകർന്നു പോയി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം എയർഡ്രോം സംവിധാനത്തെയൊക്കെ ഭേദിച്ചുകൊണ്ട് കിലോമീറ്ററുകൾ അകലെ നിന്ന്, സാധാരണ 4 കിലോമീറ്റർ മുതൽ 75 കിലോമീറ്റർ അകലെ നിന്നുള്ള മിസൈലുകളാണ് അല്ലെങ്കിൽ റോക്കറ്റുകളാണ് പ്രതിരോധിക്കാത്ത എയർ ഡ്രോം വഴി. എന്നാലിത് അതിൽ കൂടുതൽ ദൂരെ നിന്നാണ് ബാലിസ്റ്റിക് മിസൈൽ ഇവിടേക്ക് പതിച്ച. മുമ്പ് 180ഓളം ബാലിസ്റ്റിക് മിസൈൽ ഹൂതികൾ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇങ്ങോട്ട് പതിച്ചിരുന്നില്ല. കാരണം അതിനുള്ള സംവിധാനങ്ങളെല്ലാം റെഡിയായിരുന്നു. ഇന്നിപ്പം ആ സംവിധാനത്തിൻ്റെ പരാജയം ഞെട്ടലോടുകൂടി മാത്രമേ ഇസ്രയേലിലെ ജനങ്ങൾ കാണാനൊക്കൂ. കാരണം ഏത് സമയത്തും ഇതേപോലെ മിസൈലുകൾ പതിക്കാം. ആ മിസൈലുകൾ പതിച്ചാൽ ഏത് സമയത്തും അപകടമുണ്ടാകാമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇത് ചെറിയ ഞെട്ടലല്ല, ആ രാജ്യത്തെ മുഴുവൻ ഭയഭീതിയിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നമുക്കറിയാം, ലോകം മുഴുവൻ യുദ്ധത്തിൻ്റെ ഭീഷണിയിലാണ്. ഇറാനുമായിട്ടുള്ള യുദ്ധം തന്നെ ഇപ്പോൾ ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കയും ഇതേപോലെ തന്നെ ഹൂതിയോട് യുദ്ധം പ്രഖ്യാപിച്ചതുകൊണ്ട് അവിടെ യുദ്ധം ഇപ്പോഴൊന്നും അവസാനിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. ഇതേപോലെ തന്നെയാണ് റഷ്യയും ഉക്രൈൻ തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും ഇതുവരെ അതിനൊരു ശാന്തി ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ആക്രമണം നടത്തുന്നു, പ്രത്യാക്രമണം നടത്തുന്നു, അങ്ങോട്ടും ഭീകരമായ ആക്രമണം നടത്തി. 2 രാജ്യങ്ങളും ഇതുവരെ സമാധാനത്തിൻ്റെ നിലയിലേക്ക് വന്നിട്ടില്ല. ഏത് സമയത്തും റഷ്യയിലേക്കോ അല്ലെങ്കിൽ മോസ്കോയിലേക്കോ മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ ഡ്രോൺ ആക്രമണം അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഉക്രൈൻ ആക്രമിക്കുമെന്നുള്ള പേടിയാണുള്ളത്. തിരിച്ച് ഈ അടുത്ത ദിവസമാണ് കീവിലേക്ക് മിസൈൽ അയച്ച് അവിടെ വലിയ തോതിലുള്ള ആളുകൾ മരിച്ചത്.
ഉക്രൈൻ എല്ലാ മേഖലകളിലും യുദ്ധത്തിൽ നശിക്കപ്പെട്ടെങ്കിലും യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ അത് തുടരുകയാണ്. റഷ്യ വിചാരിച്ചത് ഒരാഴ്ച കൊണ്ട് ഉക്രൈനെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്നാണ്. ഇതേപോലെ തന്നെ ഇസ്രയേൽ ഹമാസിനെ കീഴ്പ്പെടുത്തി എന്ന് പറയുന്ന കാര്യമാണ് ഇപ്പോഴും തങ്ങളുടെ തടവുകാരെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം. അതോടൊപ്പമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം അനിവാര്യമായി വന്നിരിക്കുകയാണ്. ഇതിൽ അമേരിക്കയും ഇസ്രയേലും ഇന്ത്യക്ക് എല്ലാ പൂർണ്ണമായ പിന്തുണയുമുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ റഷ്യയുടെ 250 മിസൈലുകൾ ഇന്ത്യയിൽ എത്തിച്ചു കഴിഞ്ഞു. അത് അതിഭീകരമായ രൂപത്തിൽ പാകിസ്ഥാനെ നാശമുണ്ടാക്കുന്ന മിസൈലുകളാണ്. നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതേ അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒരു ദിവസം കൊണ്ടൊന്നും യുദ്ധം അവസാനിക്കില്ല. നമ്മൾ വിചാരിക്കും യുദ്ധം മിനിറ്റുകൾക്കുള്ളിൽ കഴിയുമെന്ന്. എന്നാൽ അത് തെറ്റാണെന്ന് തെളിയിച്ചുള്ളതാണ് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം, ഉക്രൈനും റഷ്യയുമായിട്ടുള്ള യുദ്ധം. ഈ വിധത്തിൽ ലോകം മുഴുവൻ, പശ്ചിമേഷ്യ മുഴുവൻ ഒരു യുദ്ധത്തിൻ്റെ ഭീഷണിയിലാണ്. പ്രത്യേകിച്ചും ഇപ്പോഴുണ്ടായിട്ടുള്ള ഹൂതിക്കെതിരെയുള്ള ആക്രമണം തീർച്ചയായും ഇസ്രയേൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ തിരിച്ചടി ചെറുതൊന്നുമായിരിക്കില്ല അവർ നടത്തുന്നത്. അമേരിക്കയും കൂടെ പങ്കാളികളാണ്. ശരിക്കും ഹൂതികൾ ഇസ്രയേലിനോട് വലിയ പ്രത്യേക വിരോധികളല്ല. ഇസ്രയേലിനും ഹൂതികളോട് വിരോധമില്ല. സൗദി അറേബ്യയുമായിട്ടാണ് ഏറ്റവും ഹൂതികൾ ശത്രുതയിലുള്ളത്. യമൻ എന്ന രാജ്യത്തെ പൂർണ്ണമായി നശിപ്പിക്കുന്നത് ഹൂതികളുടെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളാണ്. അവരെ ഷിയയുടെ തീവ്രവാദ ഷിയ ഗ്രൂപ്പാണ് ഹൂതികൾ. അവർ സൗദി അറേബ്യയെ നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ ഇപ്പോൾ ഇസ്രയേലിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അവർ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പോഴുണ്ടായിട്ടുള്ള നാണക്കേട്, ഇസ്രയേലിനുണ്ടായിട്ടുള്ളത് നാണക്കേട് തന്നെയാണ്. ഇത്രയധികം എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും തങ്ങളുടെ രാജ്യത്തേക്ക് ഹൂതികൾ ഒരു മിസൈൽ അയച്ചത് നെഞ്ചു പിളർക്കുന്ന പോലെയാണ് ഇസ്രയേലിന് അനുഭവപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇപ്പോൾ ഈ യുദ്ധം പടർന്നു പിടിക്കാൻ പോകുന്നു എന്നുള്ളത് സത്യമായി മാറിയിരിക്കുകയാണ്. പാകിസ്ഥാനുമായുള്ള യുദ്ധം ഏത് സമയത്തും ഉണ്ടാകാമെന്നിരിക്കെ ആ സമയത്ത് ഇസ്രയേലും അമേരിക്കയും ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യും, റഷ്യയും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള അവസ്ഥ വന്നിരിക്കെ ചൈനയും പാകിസ്ഥാനും അതേപോലെ ബംഗ്ലാദേശ് ഒറ്റക്കെട്ടായി നിന്ന് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുമെന്നുള്ളതും ഉറപ്പായിരിക്കെ ഇപ്പുറത്ത് റഷ്യയും ഉക്രൈനും നമ്മളെ യുദ്ധം ഒരിക്കലും അവസാനിക്കാത്ത രൂപത്തിൽ പടർന്നുകൊണ്ടിരിക്കെ ഇപ്പുറത്ത് ഹമാസും ഹൂതികളും അതേപോലെ ഹിസ്ബുള്ളയും എല്ലാം തന്നെ ഇറാനും എല്ലാം തന്നെ ഇസ്രയേലിനെതിരെ യുദ്ധം ശക്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ എങ്ങനെയാണ് ലോകത്തിൽ സമാധാനം ഉണ്ടാകാൻ പോകുന്നത്? ഇത് ലോക സമാധാനത്തിന് ഭംഗം വരുത്തും. മാത്രമല്ല ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന് തന്നെ കാരണമാകാനും സാധ്യതയുണ്ട്. ഈ വിധത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള എല്ലാ തരത്തിലുള്ള സമാധാന ഉടമ്പടികൾ പോലും പരസ്പരം പിച്ച് ചീന്തുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു നദീ കരാർ പിച്ച് ചീന്തി കഴിഞ്ഞു ഇന്ത്യ. അതോടൊപ്പം തന്നെ സിംല കരാർ പാകിസ്ഥാനും പിച്ച് ചീന്തി കഴിഞ്ഞു. ഈ വിധത്തിൽ മുമ്പുണ്ടായിരുന്ന സമാധാന ഉടമ്പടികളെല്ലാം ഈ സ്വയം പിച്ച് ചീന്തുന്ന ഒരു അവസ്ഥയിൽ ലോകത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കുന്നു. അതേ മനുഷ്യജീവന് എത്രമാത്രം സുരക്ഷിതത്വമാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തായാലും ഇസ്രായേലിനെ ഏറ്റ നാണക്കേടിന് അവർ തീർച്ചയായും തിരിച്ചടിക്കും. അത് ചെറുതായ ഒരു തിരിച്ചടിയായിരിക്കില്ല. ഹൂതികളെ പൂർണ്ണമായി നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു തിരിച്ചടിയായിരിക്കും അവർ കൊടുക്കാൻ പോകുന്നത്. നന്ദി, നമസ്കാരം.